إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നാം പ്രവർത്തിക്കുന്ന ഓരോ കർമ്മങ്ങളും, നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ വാക്കുകളും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അൽ അലീമും അൽ ബസീറുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അള്ളാഹുവിന് തഖ്വയോടുകൂടി ജീവിക്കുന്ന നല്ലവരായ അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ തിന്മയുടെ ഒരു കുത്തൊഴുക്കിലാണ് നമ്മുടെ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ചുറ്റും തോന്നിവാസങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും വളരെയധികം വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കറിയാം, വ്യഭിചാരവും അതേപോലെ തന്നെ പരിധിവിട്ട ലൈംഗികതയുമെല്ലാം വളരെയധികം നമ്മുടെ സമൂഹത്തിനിടയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമ്മുടെ വീട്ടിലെ, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾ പോലും വ്യഭിചരിക്കാൻ ഉള്ള അവസരങ്ങൾ തേടി അവർ അതിന് പല പേരുകളുമിട്ട് വിളിക്കുന്നുമുണ്ട്. നമുക്കറിയാം, ഡേറ്റിംഗ് എന്നും ബെസ്റ്റി എന്നും പലതരത്തിലുമുള്ള പേരുകളിലൂടെ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ പോലും അത്തരത്തിലുള്ള ലൈംഗികമായ പല ചീത്ത കാര്യങ്ങളിലേക്കും കടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, അതേപോലെ തന്നെ ചെറിയ പിഞ്ചു കുട്ടികളെപ്പോലും വളരെ മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം പോലും നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒക്കെ ഒരു കാരണം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ എന്നത്, ഒന്ന്, പരിധിവിട്ട ഇഖ്തിലാത്ത് അഥവാ സ്ത്രീ പുരുഷ ഇടകലകൾ തന്നെയാണ്. സൂംബായുടെ വിഷയം വന്നപ്പോഴും അതിൻ്റെ മുമ്പ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയം വന്നപ്പോഴും നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു, എന്തുകൊണ്ട് ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് ഇരുന്നുകൂടാ, അവർക്ക് എന്തുകൊണ്ട് ഇടകലർന്ന് ജീവിച്ചുകൂടാ, എന്തുകൊണ്ടാണ് ഈ ഇഖ്തിലാത്ത് പാടില്ല എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഇത്തരം തോന്നിവാസങ്ങളുടെ കാരണം പോണോഗ്രഫി തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, പണ്ടുള്ള ആളുകളൊക്കെ തിന്മകൾ ചെയ്യാൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടായിരുന്നു പല തിന്മകളിലേക്കും പോയിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടകങ്ങളിൽ നമ്മുടെയൊക്കെ ഒരു സ്മാർട്ട് ഫോൺ മാത്രം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ എല്ലാ തിന്മകളിലേക്കും നമുക്ക് എത്താനുള്ള ഒരു വാതിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മൊബൈൽ എന്ന് പറയുന്നത്. സൂക്ഷിക്കുക. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഔറത്ത് വെളിവാകുന്ന രീതിയിൽ വസ്ത്രധാരണം ധരിച്ചുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. അതേപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ, പാശ്ചാത്യർ ചവച്ച് കുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ പല തോന്നിവാസ ചിന്തകളും അല്ലെങ്കിൽ അങ്ങനത്തെ സംസ്കാരങ്ങൾ, പച്ചക്ക് പറഞ്ഞാൽ ലിബറൽ സംസ്കാരങ്ങൾ വളരെയധികം അധിനിവേശം നടത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിനിടയിൽ ഊന്നിറങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അപ്പോൾ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇതിനുള്ള വ്യക്തമായ പരിഹാരം എന്താണ് എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പുരോഗമനവാദികൾക്ക് അതിന് മറുപടി കണ്ടെത്താൻ ഒരിക്കലും സാധ്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിലെ 151 ആയത്തിലൂടെ നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു, വലാ തഖറബുൽ ഫവാഹിഷ് മാ ദഹറ മിൻഹാ വമാ ബതൻ. പ്രത്യക്ഷവും പരോക്ഷവുമായ നീചവൃത്തികളെ, തോന്നിവാസങ്ങളെ നിങ്ങൾ സമീപിച്ചു പോകരുത്. ഇപ്പം നമുക്കറിയാം, ലൈംഗികമായ തിന്മകൾക്കാണ് അറബിയിൽ അൽ ഫവാഹിഷ് എന്ന് പറയാറുള്ളത്. അപ്പം ഇത്തരം തിന്മകളിലേക്ക് അടുക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അപ്പം ആ തിന്മകൾ ചെയ്യാനുള്ള ഏറ്റവും സഹായകമാകുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ നോട്ടം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു ആ നോട്ടത്തെ നിയന്ത്രിക്കാൻ. അതിൽപ്പെട്ട രണ്ടാമതൊരു കാര്യമാണ് നമ്മുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത്. ആ വസ്ത്രധാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലാഹു നമ്മളോട് പഠിപ്പിച്ചു. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഇഖ്തിലാത്ത് തന്നെയാണ്. പുരുഷനും സ്ത്രീയും സമ്മിശ്രമായി ഇടകലർന്നുകൊണ്ട് ഒരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെ അത്തരത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. നമ്മൾ ആലോചിക്കേണ്ടത് സൂറത്തുൽ ഇസ്രായിലെ 32 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ ഒരു വിഷയം തന്നെ മറ്റൊരു ഭാഗത്ത് സൂചിപ്പിക്കുന്നത്, വലാ തഖറബു അസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, തീർച്ചയായും അത് ഒരു നീചവൃത്തിയും ദുഷിച്ച ഒരു മാർഗവുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇപ്പോൾ വ്യഭിചാരത്തെക്കുറിച്ച് അല്ലാഹു പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് നമ്മൾ കേട്ടത്, ദുഷിച്ച ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചു, ഇപ്പോഴത്തെ പുരോഗമനവാദികൾ എന്തിന് ഇസ്ലാമിയാണ് എന്ന് ഞാൻ കഴിഞ്ഞ ഖുതുബയിലൂടെ സൂചിപ്പിച്ചു. മുസ്ലിമായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ച ചില ആളുകളുടെ നാവിൽ നിന്ന് വരുന്നത് എന്താ, ആണും പെണ്ണും ഒരുമിച്ച് കൂടിയാൽ ലോകം അവസാനിക്കുമോ, ആകാശം ഇടിഞ്ഞു പോകുമോ, അല്ലെങ്കിൽ ഒന്ന് പുരുഷൻ മറ്റൊരു സ്ത്രീയെ, അന്യ സ്ത്രീയെ തൊട്ടാൽ തീരുന്നതാണോ, തൊട്ടാൽ തെറിക്കുന്ന മൂക്കാണോ, തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണോ നിങ്ങളുടെ ഇസ്ലാം, അത്രയേ ഉള്ളൂ എന്നൊക്കെ വളരെ തോന്നിവാസത്തിന്റെ രീതിയിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏവരും കേൾക്കാറുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടേക്കാണ് നമ്മുടെ പോക്ക് എന്നുള്ളതാണ്. LGBT നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ അവർ പറയുന്നത് പുരോഗമനമാണ് എന്നുള്ളതാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം ഇന്നിന്റെ കാലയളവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയല്ല. അങ്ങനെ പറയാൻ കാരണം സൂറത്തുൽ നംലിലെ 54 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, വലൂത്തൻ, ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ ഓർമ്മിക്കുക. എന്താ കാര്യം? ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിഷ വഅൻതും തുബ്സിറൂൻ. ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം എന്താണ് അദ്ദേഹം പറഞ്ഞത്? നിങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ഈ നീചവൃത്തി ചെയ്യുകയാണോ? സുഹൃത്തുക്കളൊന്ന് ആലോചിച്ചു, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാർ ചെയ്തിരുന്ന ഒരു തോന്നിവാസം, ലെസ്ബിയൻ ആയാലും ഗേ ആയാലും, അത് ഇന്ന് പുരോഗമനമാണ്. എന്തിനാണ് നിങ്ങൾ അതിനെ എതിർക്കുന്നത് എന്ന് നമ്മളിൽ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ? എന്നാലോചിച്ചു. ഇപ്പൊ വ്യഭിചാരത്തിന്റെ കാര്യം എടുത്തോക്ക്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് അഥവാ യസ്രിബിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ്, അഥവാ ഇസ്ലാം മദീനയിൽ എത്തുന്നതിന് മുമ്പ് അന്നത്തെ യസ്രിബിന്റെ ചരിത്രം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയതാണ്. കുത്തഴിഞ്ഞ ലൈംഗികതയായിരുന്നു അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വരുമാന മാർഗം. ഓരോ വീട്ടിലും അല്ലെങ്കിൽ ഓരോ ടെന്റിലും മുകളിൽ ചുവന്ന ഒരു പതാക ഉയർത്തുകിട്ടാറുണ്ട്. ആ പതാക കണ്ടിട്ട് ഇഷ്ടമുള്ള ആർക്കും ഇത്തരം തോന്നിവാസത്തിന്, അഥവാ പച്ചക്ക് പറഞ്ഞാൽ പ്രോസ്റ്റിറ്റ്യൂഷൻ, അവിടെ നടന്നുകൊണ്ടിരുന്നു. ആ സമൂഹത്തിലേക്കാണ് മാനവ വിമോചകനായ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിട്ട് അവരോട് പറയുന്നത്, വലാ തഖറബുസ് സിന, നിങ്ങൾ സിനയിലേക്ക്, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. നിങ്ങളുടെ നോട്ടം നിങ്ങൾ നിയന്ത്രിക്കണം. സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നോട്ടം നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വസ്ത്രധാരണത്തിലും നിങ്ങൾ ചില മിതത്വം പാലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ നഗ്നത പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് തുടങ്ങിയ പാഠങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. ആ സമൂഹത്തെ ഇന്ന് നമ്മൾ അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെടട്ടെ എന്ന് പറയുന്ന തരത്തിലേക്ക് അത്തരം സ്റ്റാൻഡേർഡ് വർദ്ധിച്ചുവെങ്കിൽ സുഹൃത്തുക്കളെ, അതാണ് യഥാർത്ഥത്തിലുള്ള പുരോഗമനം. അതാണ് പുരോഗമനം. എല്ലാ തോന്നിയാസങ്ങളും പണ്ട് നടന്നിരുന്ന പലതും അതൊക്കെ ഇന്ന് പുരോഗമനമാണ് എന്ന് പറഞ്ഞ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ പുതിയ ലേബൽ ഒട്ടിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഇതാണ് പുരോഗമനം എന്ന് 1000 വട്ടം ആ കള്ളം ആവർത്തിക്കുമ്പോൾ നമ്മളിൽ പലരും അതാണ് പുരോഗമനം എന്ന് വിചാരിച്ച് വീണു പോകുന്നു. നഊദു ബില്ലാഹ്. എന്നാലോചിച്ചു, എത്ര പൊട്ടത്തരത്തിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത്. LGBT മുമ്പുണ്ടായിരുന്ന മ്ലേച്ഛവൃത്തിയാണ്, അതിനെ പുരോഗമനം എന്ന് പറഞ്ഞു. എന്നാലോചിച്ചു, പ്രത്യക്ഷവും പരോക്ഷവുമായ മുഴുവൻ തോന്നിവാസങ്ങളെയും ഫാഹിഷത്തുകളെയും അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള ഒരു സമുദായമാണ് നമ്മൾ. ആ ബോധ്യം നമ്മൾ മറന്നു പോകരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമ്മളോട് പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, ലാ അഹദുൻ അഗ്യറ മിനല്ലാഹ്, അള്ളാഹുവിനേക്കാളും ഗൈറത്തുള്ള, അഭിമാന ബോധമുള്ള മറ്റാരുമില്ല.
വലിദാലിക ഹറമൽ ഫവാഹിഷ് മാ ദഹറ മിൻഹാ വമാ ബത്തൻ. അതുകൊണ്ടാണ് അവൻ പ്രത്യക്ഷവും പരോക്ഷവുമായ മുഴുവൻ മ്ലേച്ഛതകളെയും നിഷിദ്ധമാക്കിയത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. മാത്രവുമല്ല, സൂറത്തു ശൂറായിലെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ് വഇദാ മാ ഗളിബൂ ഹും യഗ്ഫിറൂൻ. അല്ലാഹുവിൽ നിന്നും ഉത്തമമായ ഒരു നേട്ടം ലഭിക്കുന്ന വിശ്വാസിയുടെ പ്രത്യേകതയായി അല്ലാഹു എടുത്തു പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇത്തരത്തിലുള്ള ഫാഹിഷത്തുകൾ അഥവാ ലൈംഗികമായ മ്ലേച്ഛവൃത്തികൾ വെടിയുന്നവരാണ് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും ഈ തിന്മകളിലേക്ക് അടുക്കാതിരിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത് കേവലം കേട്ടു പോകുന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം, പുരുഷനോടും സ്ത്രീയോടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദൃഷ്ടികൾ, കാഴ്ചയെ ചിലത് മറക്കാൻ താഴ്ത്താൻ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിലെ 30-31 ആയത്തുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിച്ച് നോക്കിയാൽ ഇതിന്റെ വ്യക്തമായ ഭാഗം മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കത്തിൽ പറയുകയാണ്, ഖുൽ ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം. പ്രവാചകരെ അങ്ങ് പറയുക, ലിൽ മുഅ്മിനീന സത്യവിശ്വാസികളോട് താങ്കൾ പറയുക, യഗ്ദൂ മിൻ അബ്സാരിഹിം അവരുടെ കാഴ്ചകളിൽ ചിലത് താഴ്ത്താൻ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക. വയഹ്ഫദൂ ഫുറൂജഹും കാഴ്ച നിയന്ത്രിക്കണം, നോട്ടം നിയന്ത്രിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ കൽപ്പന, വയഹ്ഫദൂ ഫുറൂജഹും സത്യവിശ്വാസികളോട് അവരുടെ ഗുഹ്യ അവയവങ്ങളെ സൂക്ഷിക്കുവാനും അങ്ങ് കൽപ്പിക്കണം. ദാലിക അസ്കാ ലഹും അവർക്ക് ഏറ്റവും നല്ലതായിരിക്കുന്നു. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ യസ്നഊൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് പുരുഷന്മാരോട്. രണ്ടാമതായി തീർന്നിട്ടില്ല, അതേ ആയത്തിന്റെ തൊട്ടടുത്ത ആയത്തിൽ വഖുൽ പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ലിൽ മുഅ്മിനാത്തി സ്ത്രീകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, യഗ്ദുദ്ന മിൻ അബ്സാരിഹിൻ അവരുടെ കാഴ്ചയിൽ അവരുടെ നോട്ടത്തിൽ മിതത്വം വേണം. വയഹ്ഫദ്ന ഫുറൂജഹുൻ അവരുടെ ഗുഹ്യാവയവങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം. തീർന്നിട്ടില്ല, വലാ യുബ്ദീന സീനതഹുൻ ഇല്ലാ മാ ദഹറ മിൻഹാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സത്യവിശ്വാസിനികളോട് അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊന്നല്ലാതെ എല്ലാ ഭാഗങ്ങളും മറക്കണം എന്ന് അവരോട് കൽപ്പിക്കുകയും ചെയ്യുക. നമ്മൾ ആലോചിക്കുക, എത്ര പ്രഡിക്ഷൻ, എത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ, വളരെ കൃത്യം. അന്യ സ്ത്രീ അന്യ പുരുഷൻ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടത്തിലൂടെ അവർ ലൈംഗികമായ ചിന്തകളിലേക്ക് പ്രവേശിക്കുന്നു. ആ ചിന്ത അവരുടെ ശരീരത്തെ മ്ലേച്ഛവൃത്തിയാകുന്ന, സിനയാകുന്ന വ്യഭിചാരത്തിലേക്ക് അവരെ അടുപ്പിക്കുന്നു. എത്ര കൃത്യം! നമ്മുടെ നോട്ടം നമ്മൾ നിയന്ത്രിച്ചാൽ അവിടെ പകുതി നമ്മൾ സെക്യൂർഡായി, പകുതി സുരക്ഷിതമായി നമ്മൾ. അവിടെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗുഹ്യാവയവങ്ങൾ നമ്മൾ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളതാണ്. അല്ലേ? നേരിട്ടുള്ള നോട്ടങ്ങൾ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ മൊബൈലിൽ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് മറ്റാരും അറിയുന്നില്ല എന്ന വ്യാജേന നമ്മുടെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മൊബൈലിൽ ഇന്ന് നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും നമ്മൾ സൂക്ഷിക്കണം. അല്ല നമ്മളോട് ഇതിന്റെ വ്യക്തമായ കാരണം പറഞ്ഞു. ഇപ്പം പൊതുവെ നമുക്കൊക്കെ ഉള്ള ഒരു പ്രയാസം എന്താണെന്നറിയോ? കണ്ണ് താഴ്ത്താൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സുഹൃത്തെ, എങ്ങനെയാണ് സാധിക്കേണ്ടത്? നമ്മുടെ മനസ്സിന് അതിനുള്ള ഇച്ഛാശക്തി വരണം എന്നുള്ളതാണ്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, ഒരുപാട് കാലങ്ങളായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തവരാണ് നമ്മൾ എങ്കിൽ അല്ലാഹു പുറത്തു തരട്ടെ, ആമീൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അതിന്റെ തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അസ്മ, ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇല്ല, ഞാനിനി അത്തരം തിന്മകളിലേക്ക് പോവില്ല. ആരുമില്ലാത്ത സന്ദർഭമാണ് എന്ന് എന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്ന പല സാഹചര്യങ്ങളിലും എന്റെ മൊബൈലിൽ വേണ്ടാത്ത സൈറ്റുകളിലേക്കോ വേണ്ടാത്ത വീഡിയോകളിലേക്കോ ഞാൻ എന്റെ കണ്ണിനെ പായിക്കില്ല, നിയന്ത്രിക്കും ഞാൻ എന്ന് സ്വയം ഒരു ബോധ്യം ഉണ്ടാകണം. എപ്പോഴും പുറത്തു നിന്ന് ഒരാൾ ഇങ്ങനെ പറഞ്ഞു തന്ന് നമ്മൾ ചെയ്യുന്ന ഒരു അവസ്ഥയല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇന്ന് ഈ കേട്ട അതേ ആയത്ത് ഓതി കേൾപ്പിക്കുമ്പോൾ, വലാ തഖറബുസ്സിന നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് എന്ന് പറയുമ്പോൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മളെപ്പോലെ കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്ന ആളുകളായിരുന്നില്ലായിരിക്കാം. അവരുടെ സംസ്കാരം ജാഹിലിയ സംസ്കാരം, അഥവാ ഇന്ന് ലിബറലിസ്റ്റുകൾ പുരോഗമനമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ ജീവിതത്തിൽ ലൈംഗികമായി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പിന്നീട് അത് നിർത്തലാക്കി എന്ന് പറയുമ്പോൾ, അവിടെയാണ് സുഹൃത്തുക്കളെ നിർത്താൻ അവർ തീരുമാനിച്ചു എന്നുള്ളത്. അപ്പൊ നമ്മൾ തീരുമാനിച്ചാൽ നിർത്താൻ കഴിയാത്ത ഒരു തോന്നിയാസവും ഇന്ന് ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചിട്ടില്ല. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം. അത് കഴിഞ്ഞിട്ടാണ് മറ്റേതൊക്കെ. അല്ലാഹു കാക്കട്ടെ, ആമീൻ. ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, ഒന്നാമത് നമ്മുടെ നോട്ടം നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് നമ്മുടെ മനസ്സിലേക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സ്ത്രീകളുടെ വസ്ത്രധാരണം. ഇനി ഇത്തരം തിന്മകളൊക്കെ പ്രചരിക്കുന്നതിന് വലിയൊരു കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്തിൽ നമ്മൾ നേരത്തെ ഓതിക്കേട്ട അതേ ആയത്തിൽ വളരെ വ്യക്തമായി അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ നിങ്ങൾ മിതത്വം പാലിക്കണം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിച്ചു സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള പുരോഗമനവാദികൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ്.
അവരോട് പറയും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നത്? ഒരു ചാക്കിലിട്ടതുപോലെ ജീവിക്കുന്നത് എന്തിനാ? ഈ പർദ്ദയൊന്നും അള്ളാഹു ഖുർആനിൽ കൽപ്പിച്ചിട്ടില്ലല്ലോ. നിനക്കെന്താ ചുരിദാറിട്ട? എന്തിനാണ് ആണ് മാത്രം പേന്റ് ഇടുന്നു, ഷർട്ട് ഇടുന്നു? എന്തുകൊണ്ട് നിനക്കിട്ടുകൂടാ? ഷർട്ടും പേന്റ് ഇടാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ടോ എന്നൊക്കെ നമ്മുടെ കുട്ടികളോട് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടികളുടെ അവസ്ഥ നമുക്കറിയാം. ഓല ദീനും ഓല തെക്കുവേ നമുക്കറിയാം. ഇത്തരം ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ ഭയങ്കര രീതിയിൽ ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു അവബോധം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടോ? നമ്മൾ ആലോചിക്കുന്ന സംഗതിയാണ്. നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് അറിവുണ്ടോ? ആ അറിവില്ലാത്തത് കൊണ്ട്, ഞാൻ വീണ്ടും പറയുന്നു, അടിവരയിട്ട് പറയുന്നു, ആ അറിവ്, ആ തിരിച്ചറിവ് നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കുട്ടികൾ അതിൽ വീണു പോകുന്നു. ആദ്യം അവരോട് ചോദിക്കുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ തന്നെ, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിനെ നിങ്ങൾ പിന്തുടരരുത് എന്ന് പറയുന്നതിനപ്പുറത്ത് പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത്. ഫുഡ് സ്റ്റെപ്പുകൾ പോലും, ഒരു തിന്മ നേരിട്ട് ചെയ്യുന്നല്ല, പിശാചിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ആ തിന്മകളിലേക്കുള്ള വഴി നമുക്ക് ഇട്ടുതരും. എന്നിട്ട് ആ വഴികളിലൂടെ എത്തുന്ന അങ്ങോട്ടേക്ക് തിന്മയിലേക്ക്. നമ്മുടെ കുട്ടികളോട് അവർ പറയുന്ന ചില രൂപം ഞാൻ പഠിപ്പിച്ചു തരാം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടോ, എന്താ ഈ കൗമിന്റെ അവസ്ഥ റബ്ബേ, എങ്ങോട്ടായി പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? ഇത്തരം നമ്മുടെ കുട്ടികൾ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ, ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ, അവിടെ ഇത്തരത്തിലുള്ള ആളുകൾ അവരോട് ചോദിക്കുന്ന ചോദ്യം പറയും, നീയും നിന്റെ ക്ലാസ്സിലുള്ള മുഹമ്മദ് മുസ്ലിങ്ങളല്ലേ? ആണ്. പിന്നെന്തേ ഓൻ തട്ടിടാത്തത്? നീ തട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പെണ്ണല്ലേ? അത് കണ്ടോ, പെണ്ണിന് ഇരട്ട നീതി. അവർ ഇരട്ടത്താപ്പ് കണ്ടില്ലേ? ആണിന് വേറെ വസ്ത്രം, പെണ്ണിന് വേറെ വസ്ത്രം. അതിൽ തന്നെ ഒരു അനീതി ഫീൽ ചെയ്യുന്നില്ല എനിക്ക്? എന്തിനാണ് ഇങ്ങനെ ഇടങ്ങാറായി ജീവിക്കുന്നത്? തലേന്ന് തട്ടോ കൂരിയാൽ എന്താ, ഇനി ആരെയും കടിച്ചു? ചോദിക്കുന്ന ചോദ്യങ്ങൾ പെട്ടതാണ്. ഞാൻ വെറുതെ കയ്യിൽ നിന്ന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചോദിക്കണം ഈ ചോദ്യം. അവർ പറഞ്ഞു തരും. അല്ലെങ്കിൽ അവർ ഇതിൽ നിന്ന് മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഇതെന്നാണ് സംഭവിക്കുന്നത്. ഇത് പെൺകുട്ടികൾ പറഞ്ഞിരുന്ന വിഷയമാണിത്, അനിയത്തികൾ പറഞ്ഞിരുന്ന വിഷയമാണിത്. വെറുതെ പറയല്ല. അവരാദ്യം ഒഴിവാക്കുക തട്ടാണ്. അപ്പോൾ ഈ തട്ടം ആറിന് താഴ്ത്തിയിടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഖുർആനിലൂടെ പറഞ്ഞു. അപ്പം ആദ്യം അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തല മാത്രം തട്ടം തൊണ്ട് ചുറ്റിയിട്ട് റോള് ചെയ്യാൻ ശ്രദ്ധിക്കും. ആലോചിച്ചൊന്നറിയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ആദ്യം തന്നെ തട്ടം ഒഴിവാക്കല്ല ചെയ്യുക. മര്യാദക്ക് മാറിന് താഴേക്കൊക്കെ തട്ടം താഴ്ത്തിയിട്ടിരുന്ന പെൺകുട്ടികൾ, മാന്യമായി വസ്ത്രം ധരിച്ചിരുന്ന കുട്ടികൾ, പിന്നെ ഒരു 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെ കഴിയുമ്പോഴേക്കും ഓളുടെ തട്ടം ഇങ്ങനെ കയറി ഇവിടെ മാത്രമായി വരും. നേരത്തെ മറക്കാൻ അള്ളാഹു കൽപ്പിച്ച, വളരെ ശക്തമായി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യം അവർ ഒഴിവാക്കിയത്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഭൂരിഭാഗം ആളുകളും പുരുഷന്മാരാണ്. ഈ പറയുന്ന ഞാനും പുരുഷനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് നമ്മളോട് നമ്മുടെ വസ്ത്രത്തെ സൂക്ഷിക്കാനല്ല പറയുന്നത്. അതായത് നമ്മളോട് നമ്മുടെ വസ്ത്രം ശരിയായി ഉടുക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. കാരണം നമുക്ക് നോട്ടം നിയന്ത്രിക്കാനാണ് വലിയ പ്രയാസം. ശ്രദ്ധിച്ചോ? അള്ളാഹു അല്ലേ ആണിനെയും പെണ്ണിനെയും പടച്ചത്. അപ്പൊ അള്ളാഹ്ക്ക് അറിയില്ലേ ആരോടാ എന്താ എപ്പാ എങ്ങനെ പറയേണ്ടതെന്ന്? വളരെ കൃത്യമല്ലേ ഈ വിഷയം. എന്നിട്ട് എന്താണ് നമ്മൾ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നത്? സുഹൃത്തുക്കളെ, മാറി ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇത് എവിടുന്ന് വന്ന ഒരു എന്താ പറയുക, ലിബറലിസ്റ്റ് ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ ഇങ്ങനെ വായിലേക്ക് എടുത്തിടുക എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പറ്റിയത്? എന്താണ് നമുക്ക് പറ്റിയത്? മലവെള്ളപ്പാച്ചിലെ ചപ്പും ചണ്ടികളും പോലെ നമ്മളായി പോകരുത്. നമ്മുടെ മനസ്സിലേക്ക് ഇത്തരം ചിന്തകൾ വരണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തന്നു മൂന്നാമത്തെ വിഷയം, ഫലാ തഖ്ലഉന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലെ 32ാമത്തെ ആയത്തിലൂടെ സ്ത്രീകളോട് പറയുന്നുണ്ട്, എൻ്റെ സഹോദരിമാരെ, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന, അന്യരായ പുരുഷന്മാരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അനുനയ സ്വരത്തിൽ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് നിങ്ങൾ സംസാരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ പുരുഷന്മാരുണ്ട്, അവരെ മുൻനിർത്തി തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് നിങ്ങളോടൊരു മോഹം തോന്നാൻ അത്തരത്തിലുള്ള കൊഞ്ചിക്കുഴഞ്ഞുള്ള നിങ്ങളുടെ സംസാരം കാരണമാകും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇവിടെയുള്ള ആർക്കും ഇതിനെ എതിർക്കാം. കൊഞ്ചിക്കുഴഞ്ഞൊരു പെണ്ണ് ഇടകലർന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ അവരിലേക്കൊന്ന് നോക്കാൻ പോലും നമുക്ക് പ്രയാസമാണ് എന്നൊക്കെ പറയണമെങ്കിൽ അത്രയധികം ഒരു തഖ്വയുള്ള ആളായിരിക്കണം നമ്മൾ. അള്ളാഹു അങ്ങനത്തെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതുകൊണ്ട് ഇതൊക്കെ തോന്നിവാസങ്ങളിലേക്കും ഇത്തരത്തിലുള്ള മ്ലേച്ഛതകളിലേക്കും നമ്മൾ എത്താനുള്ള വഴികളാണ് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവസാനമായി 4ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അശ്ലീലതകൾ കാണലും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള നോട്ടങ്ങളുമെല്ലാം, പ്രത്യേകിച്ച് ഒന്നുകൂടി പറയാണ്, നമ്മുടെ അശ്ലീലതകളിലേക്കുള്ള ചാഞ്ചാട്ടത്തിൽ അധികവും നമ്മുടെ റീൽസും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെ ചില പിക്കുമായിട്ടും നമുക്കതിനൊരു എന്താ പറയുക, ഒരു പ്രചോദനമായിട്ടുണ്ടാകും, ഒരു മോട്ടീവായിട്ടുണ്ടാകും. നമുക്കറിയാം, ഈ ലോകത്ത് ഏത് തോന്നിയാസം ചെയ്യുന്ന ആൾക്കും പറയാനുള്ള, അല്ലെങ്കിൽ ഏത് കുറ്റവാളിക്കും അയാൾ ഈ കുറ്റം എന്തിനു ചെയ്തു എന്ന് പറയാൻ അയാൾക്കൊരു കാരണമുണ്ടാകും. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉമ്മത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഇതാരും കാണുന്നില്ല, എന്റെ ഉമ്മ ഇതറിയുന്നില്ല, എന്റെ ഉപ്പ ഇതറിയുന്നില്ല, എന്റെ സുഹൃത്ത് ഇതറിയുന്നില്ല, എന്റെ ബിസിനസ് പാർട്ണർ ഇതറിയുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ചില തോന്നിയാസങ്ങളുണ്ട്. പച്ചക്ക് പറഞ്ഞാൽ പോർണോഗ്രഫിയാണ്. അതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെടാന്നുള്ളത് നമ്മളെ കയ്യിൽ നിൽക്കുന്നത്. ഒരു ശീലം തുടങ്ങുന്ന സമയത്ത് അത് ഒഴിവാക്കാൻ വലിയ പ്രയാസം ഉണ്ടാകില്ല.
എന്നാൽ അതിങ്ങനെ കാലങ്ങളോളം 10, 20, 30, 40 കൊല്ലം നമ്മുടെ ജീവിതത്തിൽ ആരും അറിയാതെ നമ്മൾ കൊണ്ടു നടന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് പണി കിട്ടും. പിന്നെ ആ ശീലം മാറ്റാൻ എന്ന വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് പറയാണ്, വലിയ വടവൃക്ഷം അതിനെ പിഴുതു മാറ്റുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, വലിയ പ്രയാസമായിരിക്കും. എന്നാൽ ചെറിയൊരു തൈ നട്ട ഉടനെ അതിനെ പിഴുതെറിയുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മ്ലേച്ഛവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅസ്സല്ലി വഅസ്സല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فيا عباد الله اتقوا الله. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമത് വട്ടം കൂടി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്, തോന്നിവാസങ്ങൾ ചെയ്യാനുള്ള വാതിലുകൾ നമ്മൾ കൊട്ടിയടക്കുക എന്നുള്ളതാണ്. അതെന്നാണ് ഏറ്റവും വലിയൊരു പരിഹാരം എന്ന് പറയുന്നത്. കാരണം ഈ പ്രശ്നത്തെയും ഈ പ്രശ്നത്തിനുള്ള പരിഹാരത്തെയും നമുക്ക് അറിയിച്ചു തരുന്നത് സർവശക്തനായ ലോകനിയന്താവായ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച നമ്മുടെ മനസ്സിലുള്ള എല്ലാ കളികളും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് എന്നതുകൊണ്ട് തന്നെ ആ മാർഗം നമ്മൾ പിന്തുടരുക എന്നുള്ളതിലാണ് ഏറ്റവും പുരോഗമനമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള പുരോഗമനവാദികളാകാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലിബറലിസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിയാസങ്ങൾ അതിനെതിരെ തിരിയാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു റസ്ദ്, ഒരു തൻ്റെടം അവർക്കെതിരെ തിരിയാൻ നമുക്ക് ഒരു പ്രചോദനമായി ഇത്തരം കാര്യങ്ങൾ മാറട്ടെ. ആമീൻ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊക്കെ പൊതുവെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ നമ്മുടെ മൊബൈലും ഒറ്റക്കാകുമ്പോൾ, നമ്മൾ നമ്മുടെ ടാബും ഒറ്റക്കാകുമ്പോൾ നമ്മളൊക്കെ തിന്മകളിലേക്ക് പോകാനുള്ള സാഹചര്യം വളരെ വലുതാണ്, ചാൻസ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. ഒരാണും പെണ്ണും ഒറ്റക്കാകുന്ന ഒരു സമയം ഉണ്ടാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എന്തുകൊണ്ടത്? മൂന്നാമനായി പിശാചകളിലേക്ക് എത്തുന്ന പല തോന്നിയാസങ്ങളും അവിടെ നടക്കുന്നതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികളോടാണ് ഈ പറയുന്നത്, വിശ്വാസികളോടാണ്, മുഅ്മിനീങ്ങളോടാണ് ഈ പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ട സംഗതി എന്താ അറിയോ? പണ്ടുള്ള കാലത്ത് വലിയ ശക്തനായ ഒരു രാജാവിന് അയാളുടെ ആയുഷ്കാലത്ത് കാണാൻ കഴിയുന്ന നഗ്നതകൾ ഒരു ദിവസം കൊണ്ട് ഇന്ന് നമുക്ക് കണ്ടു തീർക്കാൻ കഴിയും. അത്തരത്തിലുള്ള തിന്മകളുടെ കുത്തൊഴുക്കാണുള്ളത്. നമ്മൾ മൊബൈൽ എടുത്ത് നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും? ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. പണ്ടുള്ള ആളുകൾക്ക് ആയുഷ്കാലം മുഴുവൻ, അതും എല്ലാവിധ സ്വാതന്ത്ര്യവുമുള്ള ഏറ്റവും വലിയ ഒരു രാജാവിന് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, തിന്മകൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ന് ഏത് സാധാരണക്കാരനും ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. ഇതൊക്കെ എവിടെ എന്താ പറയുക, പൊരുത്തപ്പെടിക്കും നമ്മൾ? അല്ല, ഇതൊക്കെ തെറ്റല്ല എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? അതില്ല. കാരണം എന്താണെന്നറിയോ? ഇത് ഇൻസ്റ്റന്റ് റിഗ്രറ്റ് നമുക്ക് ഉണ്ടാകും. ഉദാഹരണത്തിന് നമ്മുടെ ഫോൺ എടുത്തിട്ട് ആരുമില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാണ്ടാവും, വേണ്ടേ എന്ന് നമുക്ക് തോന്നും. അപ്പൊ ചീത്തയാണ് എന്ന് നമ്മുടെ ഫിത്രത്ത് സുഹൃത്തുക്കളെ നമ്മളോട് പറയാണ്. നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും വേണ്ട എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നുണ്ട് എങ്കിൽ അതാണ് ഫിത്രത്ത്, അതാണ് സത്യം, അതല്ല അതിൻ്റെ ശരി. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആരും കാണൂല എന്നുള്ള ഒരു ചിന്തയാണ്. സുഹൃത്തുക്കളെ, ആര് പറഞ്ഞു ആരും കാണുന്നില്ല എന്ന്? ചിലപ്പോൾ നമ്മുടെ ഉമ്മ നമ്മൾ ചെയ്യുന്ന തോന്നിയാസങ്ങൾ കാണുന്നില്ലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഉപ്പ കാണുന്നില്ലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സുഹൃത്തോ സഹോദരനോ അത് കാണുന്നില്ലായിരിക്കാം. ഇതിനൊക്കെ അപ്പുറത്ത് മുകളിലൊരാളില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ തന്നെ സൂറത്തുൽ ഹദീദിൽ നമുക്ക് കാണാൻ കഴിയും, വഹുവ മഅക്കും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആരാണവൻ? അല്ലാഹ്. അല്ലാഹ് അൽ അലീമായ, എല്ലാം അറിയുന്ന അല്ലാഹ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അൽ ബസീറായ അല്ലാഹ്, അസ്സമീആയ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ തോന്നിവാസങ്ങളും കൃത്യമായി സൂക്ഷ്മമായി അറിയുന്ന കേൾക്കുന്ന അല്ലാഹ്. ആ അല്ലാഹു ഇതറിയുന്നില്ലേ? സൂറത്തുൽ അലക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നില്ലേ, അലം യഅലം ബി അന്നല്ലാഹ യറാ. നിങ്ങൾ ഇന്നലെ ചെയ്ത തോന്നിയാസങ്ങൾ അല്ലാഹ് കണ്ടിട്ടില്ലേ എന്ന് അവൻ അറിയുന്നില്ലേ? നമ്മുടെ മൊബൈലിൽ ചെയ്ത, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ചെയ്ത, ആരുമില്ലാത്ത സമയത്ത് ചെയ്ത, കൂട്ടത്തിലുള്ള സമയത്ത് ചെയ്ത എല്ലാം അള്ളാഹു അറിഞ്ഞിട്ടില്ലേ എന്ന ചോദ്യം സുഹൃത്തുക്കളെ പടച്ചോൻ നമ്മളോട് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് ഇതിനെ മനസ്സിലാക്കിയ ഒരു രീതിയുണ്ട്. മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം ഒരു തിന്മയിൽ, കൃത്യമായി പറഞ്ഞാൽ വ്യഭിചാരത്തിലകത്തോട്ട് പോയി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫിത്രത്ത് അതിനെ സമ്മതിച്ചില്ല. ആ തോന്നിയാസം ചെയ്തതിനു ശേഷം, ആ വ്യഭിചാരം ചെയ്തതിനു ശേഷം ആരും അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിട്ട് കൂടി അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചോദ്യം, അലം യഅലം ബി അന്നല്ലാഹ യറാ. ആരും ഇതറിഞ്ഞില്ലെങ്കിലും, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞിട്ടില്ല എങ്കിലും, എന്റെ ഉമ്മയോ വാപ്പയോ സുഹൃത്തോ ഇതറിഞ്ഞിട്ടില്ല എങ്കിലും അള്ളാഹ് ഇതറിഞ്ഞിട്ടുണ്ടാവൂലേ? എന്റെ പരലോകത്തെ അവസ്ഥ എന്താ?
വലത് കയ്യിലും ഇടത് കയ്യിലും രേഖപ്പെടുത്ത ആ ഗ്രന്ഥം എനിക്ക് കിട്ടുമ്പോൾ ഈ കൂട്ടത്തിൽ ഏതിലായിരിക്കും ഞാൻ എന്ന ഒരു ചിന്തയാൽ മായിസ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയാ, റസൂലേ, മായിസ് ചീത്തയായി, ത്വഹിർനി യാ റസൂലല്ലാഹ്, റസൂലേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. റസൂൽ ചെന്തെന്ന് എന്നെ ശുദ്ധീകരിക്കണ്ടേ, നീ പോയാ. കാരണം ഒരു സ്വഹാബിനെ ആലോചിച്ചോക്കെ, റസൂലുള്ള ഒഴിവാക്കാണ്. രണ്ടാമത് വരികയാണ്, റസൂലേ ത്വഹിർനി, തെറ്റ് ചെയ്തു പോയി റസൂലേ, നിങ്ങൾ എന്നെ പരിശുദ്ധിപ്പെടുത്തണം, ശുദ്ധീകരിക്കണം. റസൂൽ വീണ്ടും പറഞ്ഞു. മൂന്നാമതും വരാനുള്ള മനസ്സ് മായിസ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായി എന്നുള്ളത് ഈ ചിന്തകളുണ്ടാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നില്ലേ, ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഇങ്ങനത്തെ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ, ഒരു മലമുകളിന്റെ തായ്വാരത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ പ്രതീതിയാണ് അവനുണ്ടാവുക. മുകളിൽ നിന്നൊരു പാറക്കല്ല് തലയിൽ വീഴോ എന്നുള്ളൊരു ബേജാറ് കൊണ്ടായിരിക്കും മുഅ്മിനായ മനുഷ്യൻ തെറ്റ് ചെയ്യുക. എന്നാൽ ഒരു ഫാസിക്കായ ഒരു മനുഷ്യൻ, തെമ്മാടിയായ മനുഷ്യൻ മൂക്കിന്റെ മുമ്പിലൂടെ പോകുന്ന ഈച്ചയെ ആട്ടുന്ന ഒരു ലാഘവത്തിൽ അത്ര നിസാരമായി തിന്മകളെ കാണുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുമ്പോൾ, സുഹൃത്തെ, ഞാനും നിങ്ങൾ ഏതിലാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഫാസിക്കായ കൂട്ടത്തിലാണ് എങ്കിൽ, തെമ്മാടിയായ കൂട്ടത്തിലാണ് നമ്മളെങ്കിൽ, എന്താലോചിച്ചിട്ടാണ് നമ്മൾ പിന്നെ അതിൽ നിൽക്കുന്നെന്നുള്ളതാണ് നമുക്ക് തിരിയാത്തത്. ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥ എന്താ? നമ്മൾ ആരും അറിയൂല എന്ന് വീണ്ടും നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തി സമാധാനിപ്പിച്ചാലും എല്ലാവരും നമ്മൾ ചെയ്ത എല്ലാ തോന്നിയാസങ്ങളും അറിയുന്നൊരു സമയം, അതല്ലേ ഖിയാമത്ത് നാൾ. നമ്മൾ എത്ര മാന്യനായി ഈ ലോകത്ത് ജീവിച്ചിട്ടെന്താ, അന്ന് നമുക്ക് വല്ല രക്ഷയുണ്ടാകും പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലാഹു പറയുകയാണ്, തീർച്ചയായും നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ ഹൃദയം എല്ലാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അള്ളാന്റെ ഭാഷയിലാണ് തെറ്റുള്ളത്. നമുക്ക് ഉറപ്പ് പറയാൻ കഴിയോ കണ്ണുകൊണ്ട് ഒരു തെറ്റ് പോലും ഞാൻ ചെയ്തിട്ടില്ലാന്ന്? നമുക്ക് ഉറപ്പ് പറയാൻ കഴിയോ ചെവി കൊണ്ട്, എന്റെ കേൾവി ശക്തി കൊണ്ട് ഒരു തോന്നിയാസത്തിലേക്കും ഞാൻ പോയിട്ടില്ലാന്ന്? നമുക്ക് ഉറപ്പ് പറയാൻ കഴിയോ എന്തെങ്കിലും ഒരു തോന്നിയാസം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലാന്ന്? പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് സുഹൃത്തുക്കളെ? അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സമയത്തും ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരം തോന്നിയാസങ്ങൾ വരും, ഉറപ്പാണ്. തിന്മകൾ ചെയ്യാനുള്ള പ്രചോദനം നമുക്കുണ്ടാകും, അവസരം നമുക്ക് ഇനിയും വരും. അപ്പൊ നമുക്ക് തീരുമാനിക്കാൻ കഴിയണം, വഹുവമാക്കും ഐനമാക്കും. ഇത്രയും കാലം ഉള്ളത് പോലെയല്ല, ഇപ്പൊ ഞാനൊരു തിരിച്ചറിവുണ്ടായി എനിക്ക്, എന്റെ ജീവിതത്തിൽ ഇനി ഇത്തരം തോന്നിവാസത്തിലേക്ക് ഞാൻ പോകില്ല, ആരിതറിഞ്ഞില്ല എന്ന് എന്റെ മനസ്സെന്നോട് മന്ത്രിച്ചാലും എന്റെ ഫിത്രത്തിനോട് പറയുന്നുണ്ട്, അള്ളാഹു ഇത് കാണുന്നുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം സുഹൃത്തുക്കളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇരു കണ്ണുകൾക്കും വ്യഭിചാരമുണ്ട്, നിങ്ങളുടെ രണ്ട് കണ്ണും വ്യഭിചരിക്കും. അവയുടെ വ്യഭിചാരം ഹറാമിലേക്കുള്ള നോട്ടമാണ്. ആ നോട്ടത്തെ പിടിച്ചു വെക്കാൻ നമുക്ക് നമ്മുടെ കണ്ണിനെ താഴ്ത്താൻ സാധിക്കണം. എത്ര വൃത്തികെട്ട രീതിയിൽ ഒരു പെണ്ണോ ആണോ ഏതോ ജീവി നമ്മുടെ മുമ്പിലൂടെ ജീവിച്ച് പോകുമ്പോഴും നടന്നു പോകുമ്പോഴും കണ്ണിനെ പിടിച്ചു വെക്കാൻ നമുക്ക് സാധിച്ചാൽ സുഹൃത്തുക്കളെ, അഥവാ നമ്മുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാകും. എന്നാൽ നമ്മുടെ കണ്ണിന് നമ്മൾ ഇങ്ങനെ പിടിവിട്ട് നിന്നിട്ട് പട്ടത്തിന്റെ കയറ് വിട്ട് പോകുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും കാണാൻ പാടുള്ളതും പാടില്ലാത്തൊക്കെ ഇങ്ങനെ കണ്ണ് അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈംഗികാവയവത്തെ സൂക്ഷിക്കാൻ നമുക്ക് പട്ടച്ചറപ്പണി കഴിയൂല. അതല്ല എൻ്റെ സത്യം. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവസാനമായി ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, ഇപ്പോൾ പൊതുവേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളുടെ അവസ്ഥ, അവരറിഞ്ഞോ അറിയാതെയോ സമൂഹത്തിന്റെ ഒരു ഒഴുക്കിൽ അങ്ങനെ കുത്തൊഴുക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തോ ഇതിങ്ങനെ പോളിത്തീൻ ഷീറ്റ് പോലെ എന്താ പറയുക, തല ഇങ്ങനെ കവർ ചെയ്ത് പോവുകയാണ്. സുഹൃത്തെ, ഉപ്പ, സഹോദര, ഉപ്പാപ്പ, നിങ്ങളോടാണ് ഈ ചോദിക്കുന്നത്. നിങ്ങൾ ആ കുട്ടിയിലേക്കൊന്ന് നോക്ക്. ഒരുപക്ഷേ നമ്മുടേതാണ് എന്ന ബോധ്യത്താൽ നമ്മൾ അത്തരത്തിലുള്ള ചീത്ത ചിന്തയിലേക്ക് പോകില്ലായിരിക്കാം. നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയോ, ഈ സമൂഹത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരും നമ്മൾ നോക്കുന്നത് പോലെയാണ് ആ കുട്ടിയുടെ വസ്ത്രത്തിലേക്ക്, ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് നോക്കാന്ന് പറയാൻ കഴിയോ? ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പാട്ട് പറയാൻ കഴിയോ? എന്നിട്ട് മകളോട് പറ, നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും, മോളെ ഇത് നിന്റെ വസ്ത്രമല്ല, ഇത് നിനക്ക് ധരിക്കാൻ അർഹതയില്ലാത്ത വസ്ത്രമാണ് മോളെ, നരകത്തിലേക്ക് നീ പോകാനുള്ള ഒരു അവസരമാണ് മോളെ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ഉപ്പാന്റെ കുട്ടി ഇത് ചെയ്യാൻ പാടില്ല മോളെ, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്ക് നിങ്ങൾ. അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് പറയാണ്, കാമക്കണ്ണന്മാർ, കഴുകന്റെ കണ്ണുള്ള ആളുകൾ, അവർ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളുമായി ഇങ്ങനെ പോകുമ്പോൾ അവരിങ്ങനെ നോക്കി നിരീക്ഷിച്ച് അവസാനം അത്തരത്തിലുള്ള തോന്നിയാസങ്ങളിലേക്ക് നമ്മുടെ വീട്ടിലെ ചെറിയ പൈതങ്ങളെ പോലെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എങ്കിൽ കണ്ണും പൂട്ടി കാണാതിരിക്കാൻ, അന്ധന്മാരെ പോലെ ജീവിക്കാൻ നമ്മൾ പൊട്ടന്മാരാണോ? ആ ബോധ്യം നമുക്കുണ്ടാകണം. വിശ്വാസികളാണ് നമ്മൾ, സ്വഹാബത്തിന്റെ അനുചരന്മാരാണ് നമ്മൾ.
നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു ചോദിക്കും നമ്മുടെ മോളെക്കുറിച്ച്, ഓളെ വസ്ത്രത്തെക്കുറിച്ച്, നമ്മുടെ ഭാര്യയെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, നമ്മുടെ നോട്ടത്തെക്കുറിച്ച് അള്ളാഹ് ചോദിക്കുമെന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. സുഹൃത്തുക്കളെ, ആ തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മകളിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും മാറി നിൽക്കാനുള്ള ഒരു പ്രചോദനം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഏതൊരു വിഷയം വരുമ്പോഴും അള്ളാഹു എന്ത് വിചാരിക്കും എന്നൊരു ചിന്തയോടുകൂടി ജീവിക്കാൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തോന്നിയാസങ്ങളും തിന്മകളൊക്കെ പറ്റിപ്പോയ ആളുകളാണ് നമ്മൾ. ഗഫൂറും റഹ്മാനും റഹീമും വദൂദുമായ റബ്ബ് ഇതെല്ലാം പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ വലതു കൈയിൽ ഗ്രന്ഥം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഗഫൂറായ റബ്ബ് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും ഗഫൂറും റഹീമും റഹ്മാനുമായ റബ്ബ് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله على نبينا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.